ചാവടിമുക്കിലെ 5 സ്റ്റാർ ബാർ. രചന KCV എന്ന KC വിജയകുമാർ. മ്യൂസിക് മാർട്ടിൻ. മേക്കപ്പ് ദിലീപ്. നൃത്ത സംവിധാനം സതീഷ് ദത്ത്. സ്റ്റണ്ട് തോമസ്. ഗതാഗതം രമേശ്. രംഗസംവിധാനം NR മേനോൻ. സംവിധാനം KCV. കഥാപശ്ചാത്തലം: CET 75 ബാച്ചിൽ 4 കൂട്ടുകാർ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഒന്നിക്കുന്നു. പഠിപ്പിന് ശേഷം വിവിധ മേഖലകളിൽ പ്രശസ്തി നേടിയ ഇവരിൽ ഒരാളുടെ സ്വന്തം 5 സ്റ്റാർ ബാറിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. സാധാരണയായി റിട്ടയർമെൻറ്റിന് ശേഷം രാഷ്ട്രീയം, വക്കീൽ പണി, ബിസിനസ്, മ്യൂസിക് അങ്ങനെ പലതും ചെയ്യുന്നവരെയാണ് നാം കാണുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വേർപെട്ട് സ്വന്തം പാഷനിൽ സന്തോഷം കണ്ടെത്തുന്നു ഈ 4 പേർ. അവരുടെ ഒരു സാങ്കല്പിക കഥയാണിത്. രംഗത്ത് കഥാപ്രാസംഗികനായി വാര്യർ വിജയൻ, KCV എന്ന KC വിജയകുമാർ. ബിസിനസ്മാനായി ലക്ഷ്മി എന്ന ലക്ഷ്മി നാരായണൻ. പഞ്ചായത്ത് പ്രസിഡൻ്റായി വിനയകുമാർ. കൂടാതെ ഗസ്റ്റ് അപ്പിയറൻസ് ഗോച്ചെ ആൻഡ് ഹണി. സുഹൃത്തുക്കളെ, കുറേ അധികം പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് അണ്ണ എന്ന ഓമനപ്പേരിൽ അറിയുന്ന നമ്മുടെ സഹപാഠിയായിരുന്ന ലക്ഷ്മി നാരായണൻ്റെ 5 സ്റ്റാർ ബാറിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. സംഭവബഹുലമായ കലാലയ ജീവിതത്തിന് ശേഷം എല്ലാ സൗഭാഗ്യങ്ങളും നേടിയപ്പോൾ ഒരു ദിവസം ഉമ്മറത്തിരുന്നപ്പോൾ തൻ്റെ കലാലയ കാലത്ത് ഒരു പെഗ്ഗിന് വേണ്ടി സുഹൃത്തുക്കൾ പൈപ്പിൻ്റെ ഇടയിലും ഇരുണ്ട ഇടനാഴികളിലും ഇരുന്ന ബുദ്ധിമുട്ടുകൾ ഓർമ്മയിൽ വരുന്നു. അതിനാൽ ഇനി വരുന്ന അഭിനവ വിദ്യാർത്ഥികൾക്ക് ഇനിയെങ്കിലും ഈ ദുര്യോഗം വരാതിരിക്കാനാണ് അണ്ണേ ഇങ്ങനെയൊരു സംരംഭം ചാവടിമുക്കിൽ തന്നെ ആരംഭിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിനായി അണ്ണയെ ക്ഷണിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് 2 വാക്ക്. സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഇദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരുടെയും മാഷുമാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വാര്യർ വിജയൻ എന്ന KCV. അദ്ദേഹം ഇപ്പോൾ കഥാപ്രസംഗ രംഗത്ത് സാംബശിവനേക്കാൾ പേരും പെരുമയും സമ്പാദിച്ച് മുടിചൂടാ മന്നനായി വിളങ്ങുന്നു. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാര്യർ എത്തിക്കഴിഞ്ഞല്ലോ. സാദരം ചൊല്ലാമേ വനിമതി മൂഖിമാരേ, സാദരം ചൊല്ലാമേ. ഇതാര്? ലക്ഷ്മി. ഹലോ ലക്ഷ്മി, നമ്മുടെ അമ്മേ. വിനയൻ സാറേ, പഞ്ചായത്ത് പ്രസിഡന്റ്, നമസ്കാരം. പ്രസിഡന്റ്, നമ്മുടെ വാര്യർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചാലും. പൊന്നാട എവിടെ? ഇല്ലേ? അതേ പിടിച്ചോ. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന ചടങ്ങാണ്. പ്രസിഡന്റിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വാറ്റ് 75 കഴിച്ചുകൊണ്ട്
നമ്മളുടെ അന്നയുടെ ഈ 5 സ്റ്റാർ ബാർ ഇതാ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ അതിഥികളായി എത്താമെന്ന് പറഞ്ഞ ഗോച്ചയും ഹണിയും ദാ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഗോച്ചയും ഹണിയും വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയ കഥാപ്രസംഗികൻ്റെ വാരിയർ വിജയൻ്റെ കഥാപ്രസംഗം തുടങ്ങട്ടെ. കഥാപ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. സഹൃദയരായ എൻ്റെ സഹപാഠികളെ, മറ്റ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ കൂടിയിരിക്കുന്ന കുടിയന്മാരായ ചേട്ടന്മാർക്കും അവരുടെ താങ്ങായി എത്തിയ ചേച്ചിമാർക്കും എൻ്റെ ചാരായം മണക്കുന്ന കൂപ്പുകായി. അതെ, എൻ്റെ 1000ാമത് കഥ തുടങ്ങുകയാണ്. എൻ്റെ കഥയുടെ പേര് അരശുംമൂട്ടിലെ ചാരായ ഷാപ്പ്. സഹൃദയരെ, ഈ കഥ നടക്കുന്നത് എവിടെയാണ്? ഗോകർണത്തല്ല, കാസർഗോട്ടല്ല, ദത്തിൻ്റെ കോഴിക്കൂട്ടിലുമല്ല, മേനോൻ്റെ ചേർത്തലയുമല്ലുമല്ല, പിന്നെ അപ്പോൾ കേരളത്തിലല്ലേ? കേരളത്തിൽ തന്നെടേ. ഇവിടെ, ഇവിടെ നമ്മുടെ അരശുംമൂട്ടിൽ, CETയുടെ കല്ലെറിയാൻ മാത്രം ദൂരമുള്ള അരശുംമൂട്ടിൽ, നിങ്ങളുടെ കൺമുന്നിൽ. വരൂ വരൂ, നമുക്കവിടേക്ക് പോകാം. അതാ അവിടെ നോക്കൂ, എന്താണ് അവിടെ കാണുന്നത്? ഒരു കൂര. വെറും കൂരയല്ല, പിന്നെയോ വൈക്കോൽ കൊണ്ട് മാത്രം മെനഞ്ഞ ഒരു കൂര. നല്ല പുന്നല്ലിൻ വൈക്കോൽ കൊണ്ട്. അതിൻ്റെ കോലായിൽ ഒരു സുന്ദരി. അതെ, അരശുമൂട്ടിലെ വൈക്കോൽ മേഞ്ഞൊരു ചാരായ ഷാപ്പിലെ കോമളാങ്കി. അരശുമൂട്ടിലെ വൈക്കോലാൽ മേഞ്ഞൊരു ചാരായ ഷാപ്പിലെ കോമളാങ്കി. അതെ, അനന്തപുരിയിലെ പാടത്തു നിന്നുള്ള വൈക്കോലല്ല, പിന്നെയോ കുട്ടനാട്ടിലെ നീണ്ടു നിവർന്നു കിടക്കുന്ന പാടത്തു നിന്ന് കൊണ്ടുവന്ന വൈക്കോൽ. അരശുംമൂട്ടിലെ വൈക്കോലാൽ മേഞ്ഞൊരു ചാരായ ഷാപ്പിലെ കോമളാങ്കി. ചന്ദന നിറമുള്ള നെറ്റിയിൽ സിന്ദൂരപ്പൊട്ടു തൊട്ട അവൾ പടികടന്നു വരുന്ന കുടിയനെ നോക്കി ഒറ്റ നിൽപ്പാണ്. അവൾ ആരാണ് സുഹൃത്തുക്കളെ? നമ്മുടെ റൂബിയോ, നമ്മുടെ ലക്ഷ്മിയോ, അതോ നമ്മുടെ സാലിയോ? അരശുംമൂട്ടിലെ വൈക്കോലാൽ മേഞ്ഞൊരു ചാരായ ഷാപ്പിലെ കോമളാങ്കി. പിന്നോം വൈക്കോൽ. വൈക്കോല് വേണ്ടേ? അതെന്താ, വൈക്കോല് കൊള്ളില്ലേ? ഛേ, അതെങ്ങനെ? വൈക്കോലിനെ കുറിച്ച് അറിയണമെങ്കിൽ കർഷകനാകണം, കർഷകൻ. അരശുംമൂട്ടിലെ വൈക്കോലാൽ മേഞ്ഞൊരു വൈക്കോല് വേണ്ട വേണ്ട വേണ്ട. വൈക്കോല് വേണ്ട. വൈക്കോല് വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിനാ വൈക്കോല്? അത്രയുമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ആ കൂരയുടെ കോലായിൽ നിൽക്കുന്ന കോമളാങ്കിയോ? അങ്ങനെ വഴിക്ക് വാ, നീ അവളെ കുറിച്ച് കഥ പറയൂ. എന്നാ പിടിച്ചു. അവൾ നടന്നാൽ ഭൂമി കുലുങ്ങും, അവൾ ചിരിച്ചാൽ മുത്തുകൊഴിയും. ആ കുലുക്കത്തിൽ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് എവിടെയാണ്? നമ്മുടെ വൈക്കോൽ കോലായിൽ. അതെ, അരശുംമൂട്ടിലെ വൈക്കോലാൽ മേഞ്ഞൊരു കോലായിൽ നിന്നോര കോമളാങ്കി. നിർത്തടാ നിന്റെ വൈക്കോൽ. കുറെ നേരമായി തുടങ്ങിയിട്ട് വൈക്കോൽ വൈക്കോൽ വൈക്കോൽ. ഇനി ആ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. അപ്പൊ പിന്നെ ആ കോമളാങ്കിയോ? അവൾ അവിടെ നിൽക്കട്ടെ, നിന്നും നാരക്കട്ടെ. നീ എന്താടാ കഥ പറയാത്തത്? എടാ, എന്താടാ പറയാത്തത്? കഥ മറന്നുപോയി പ്രസിഡന്റ്. കഥ എഴുതിയ ഫയല് കത്തിപ്പോയി, തീപിടിച്ച്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
ഛേ, ഏത് നേരത്താണോ ഇവനെയൊക്കെ വിളിക്കാൻ തോന്നിയത്? മൂക്കുമുട്ട കുടിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. ലേലുവല്ലു ലേലുവല്ലു ലേലുവല്ലു. ലേലു അല്ലു പോലും അവിടെ ഞാൻ മാറിയിരിക്കടാ. പോയി അവിടെ എങ്ങാനും മാറിയിരിക്കണം. നീ ഗോച്ചെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ അലമ്പാക്കരുത്. ആ മതി 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 മതി. ഈ ഫാൻസുകാരെ കൊണ്ട് ഞാൻ മടുത്തു. ജയിലിൽ പോയാലും ഉമ്മാര് വരും, ജയിലിൽ പോയാൽ പോലും ഉമ്മാര് പുറകെ വരും. എവിടെ ഹണി എവിടെ? ആ ഞാൻ പറയാം. ആദ്യമായിട്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹൗ ആർ യു? ആദ്യമായിട്ട് നിങ്ങളോട് ഒരു ക്ഷമാപണം ഞാൻ ചോദിക്കുന്നു. ഞാനും ഹണിയും കൂടി ഈ പ്രോഗ്രാമിനായിട്ട് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തു വരുമ്പോൾ പെട്ടെന്നാണ് ഹണിക്ക് ഒരു കലശലായ തലവേദന. ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹണി അവിടെ അഡ്മിറ്റായി. പക്ഷേ ഹണി പറഞ്ഞു, നിങ്ങൾ ഈ പ്രോഗ്രാം ഏറ്റതല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വരേണ്ടി വന്നു. ഹണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്നെനിക്കറിയാം. ഹണി എൻ്റെ വൈഫാണ്. എൻ്റെ വൈഫ് ലൂസിയാണ് ഞാൻ ഹണി എന്ന് വിളിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു അമേരിക്കൻ ടൂറിന് പോയപ്പോൾ അവിടെ വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഹണി ഹണി, സ്വീറ്റ് ഹാർട്ട് സ്വീറ്റ് ഹാർട്ട് ഇങ്ങനെയൊക്കെയാണ് ഭാര്യമാരെ വിളിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പേരിലും ചിലർക്ക് സംശയമുണ്ട്. എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് GOCHE, ഗോച്ചെ. ഗോച്ചെ എന്ന് വെച്ചാൽ ഗോ എവേ ഏജിങ്. എന്നെ അനുകരിക്കുന്ന മറ്റു പലരുമുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, എനിക്കത് ഇഷ്ടമാണ്. സത്യത്തിൽ എന്നെ നോക്കൂ, ഞാൻ ചെറുപ്പക്കാരുടെ കൂടെയല്ലേ, അവരല്ലേ എൻ്റെ മുഴുവൻ ഫാൻസ്. ഞാൻ അവരുടെ കൂടെയല്ലേ ഡാൻസ് കളിക്കുന്നത്. ഇതുകൊണ്ട് എനിക്ക് 10-70 വയസ്സായെങ്കിലും എനിക്കിപ്പോഴും ഒരു 30ൻ്റെ ഫീലിംഗ് ആണുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യണം. പക്ഷേ ഒരു കാരണവശാലും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യരുത്. ഇൻസൾട്ട് ചെയ്ത് വെറുതെ ജയിലിൽ പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ അണ്ണയെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. കാരണം അദ്ദേഹം ഒരു പുതിയ ബ്രാൻഡ് VAT 75 കണ്ടുപിടിച്ചിരിക്കുകയാണ്. ലോകോത്തര മികവുള്ള ഒരു പുതിയ വാറ്റ് ചാരായം. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഡാൻസിന് ശേഷം എൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിൽ മിസ്റ്റർ രാമചന്ദ്രൻ ഒരു നല്ല അടിപൊളി പാട്ടിട്ടാൽ ഞങ്ങൾ ഒരു അടിപൊളി ഡാൻസ് കളിക്കാം. Gangnam Style. Gangnam Style. Open Gangnam Style. 낮에는 따사로운 인간적인 여자, 커피 한 잔에 여유를 아는 품격 있는 여자, 밤이 오면 심장이 뜨거워지는 여자, 그부터 갈 때까지 가볼까. Open Gangnam Style. Gangnam Style.